കാൽച്ചിലമ്പ്. രചന സംഭാഷണം രുദ്രപ്രിയ. അമ്മേ, എനിക്ക് പേടിയാവുന്നു. അവർ നമ്മളെ പേടിയോടുകൂടി ഭദ്ര അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞു. നമുക്ക് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം അമ്മേ. എനിക്ക് മരിക്കാൻ പേടിയാണ്. എനിക്ക് ജീവിക്കണം. എനിക്കെൻ്റെ ആദ്യേട്ടനോടൊപ്പം ജീവിക്കണം അമ്മേ. അമ്മയെ കെട്ടിപ്പിടിച്ച് മാറിൽ മുഖമിട്ടുരച്ചുകൊണ്ട് ഭദ്ര അല്ലറിക്കരഞ്ഞു. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മോളെ. ഈ വീടിന് ചുറ്റും അവരുടെ ആളുകൾ ആണ്. ഇനി നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ജന്മം എൻ്റെ മോള് ആദ്യം മറക്കണം. എനിക്ക് പറ്റില്ല അമ്മേ. ആ ആട്ടക്കാരികൾ നാളത്തെ സൂര്യോദയം കാണരുത്. മാളിയേക്കലെ ആദിത്യവർമ്മയുടെ പാതിയാവാൻ കാത്തിരിക്കുന്നത് ഒരാട്ടക്കാരിയോ? സമ്മതിക്കില്ല ഞാൻ. പുറത്തു നിന്നുള്ള അലർച്ച ഭദ്രയുടെ കാതു തുളച്ചു. മാളിയേക്കലെ മഹേന്ദ്രവർമ്മ, ആദിയേട്ടൻ്റെ അച്ഛൻ. വീടിനു ചുറ്റും ആരൊക്കെയോ ഓടി മാറുന്ന ഒച്ച. പ്രഭ പൂജാമുറിയിലേക്ക് പോയി നടരാജ വിഗ്രഹത്തിന് മുന്നിലിരുന്ന 2 ചിലങ്കകൾ കയ്യിലെടുത്തു. ഭദ്ര ചിലങ്ക കയ്യിലേറ്റ് വാങ്ങുന്ന നേരം അമ്മയുടെ കാൽപാദം തൊട്ട് കണ്ണിൽ വെച്ചു. അവരുടെ കാൽക്കൾ മകളുടെ കണ്ണുനീർ അർച്ചനയിൽ നനഞ്ഞു. മരിക്കുമ്പോൾ പോലും തങ്ങളുടെ ശരീരത്തിൽ ആ ചിലങ്ക ചേർന്നിരിക്കണമെന്ന ആ അമ്മയും മകളും അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ഇരുവരും ചിലങ്ക അണിഞ്ഞു. കൈകൾ കൂപ്പി നിന്ന് ഭദ്രവേദനയോടുകൂടി പ്രാർത്ഥിച്ചു. പോകുവാണാദ്യേട്ടാ. ഈ ജന്മത്തിൽ നമുക്കൊന്നിച്ചു ചേരാൻ കഴിഞ്ഞില്ല. അടുത്ത ജന്മം ഞാൻ കാത്തിരിക്കും എൻ്റെ ആദ്യേട്ടൻ്റെ വാതാവാൻ. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു ഭദ്ര. 2 പേരും ഒരുപോലെ നിലവിളക്കിനെ തൊട്ടു തൊഴുതു. ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്തു. പൊഴിച്ചുകൊണ്ട് തന്നെ അമ്മയും മകളും ഓരോ വരികൾക്കനുസരിച്ച് ചുവട് വെച്ച് തുടങ്ങി. ഇടയ്ക്ക് ഭദ്ര ഒന്ന് നിർത്തി. നിലവിളക്കിനേക്കാൾ പ്രഗഭയിൽ തങ്ങളുടെ ചുറ്റും മഞ്ഞ വെളിച്ചം. തീ ആളി കത്തുന്ന ചൂട് ശരീരത്തിൽ അറിഞ്ഞു തുടങ്ങി. ഭയത്തോടുകൂടി അമ്മയെ നോക്കുമ്പോൾ പ്രഭ അതൊന്നും അറിയാതെ പോലെ നൃത്തം ചെയ്യുകയാണ്. നിലച്ചുപോയ ചുവടുകൾക്ക് ഭദ്ര വീണ്ടും ജീവനേകി. അമ്മ, പൊള്ളുന്നു അമ്മ, എനിക്ക് പൊള്ളുന്നമ്മ, സഹിക്കാൻ പറ്റുന്നില്ല. ആ മുറിക്കുള്ളിൽ 2 തീപ്പന്തങ്ങൾ പരസ്പരം കെട്ടിപ്പുണർന്ന് നിലത്തേക്ക് വീണുരുണ്ടു. പക്ഷേ അവർ കൈ അയച്ചില്ല ഒട്ടും തന്നെ. പ്രഭ തൻ്റെ മകളെ മാറിലേക്ക് കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചു. മരണത്തിലും അവളെ തനിച്ചാക്കില്ലെന്നതുപോലെ. കുറച്ചു നേരം, ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അതൊരു യാഗശാലയായി മാറി. ഭദ്രേ, ഭദ്രേ! ഞെട്ടി ഉണർന്നു ആദിത്യൻ. അവൻ്റെ നെറ്റിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി. ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. മുന്നിലിരിക്കുന്ന കള്ളിൻ്റെ കുപ്പി മൊത്തമായി വായിലേക്ക് കമഴ്ത്തി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ചില്ല് വീണുടയുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് സഹായി ചെല്ലപ്പൻ പുറത്തേക്കിറങ്ങി വന്നത്. കുഞ്ഞേ, ആദിത്യൻ്റെ മുന്നിൽ വന്നു നിന്ന് സങ്കടത്തോടു കൂടി വിളിച്ചു ചെല്ലപ്പൻ. ഇപ്പോൾ തന്നെ നേരം ഒരുപാടായി. കുഞ്ഞ് തറവാട്ടിലേക്ക് പോകുന്നില്ലേ? ചോദിക്കുന്നത് തന്നെ ഭയമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ മണി 11 കഴിഞ്ഞു. ഇതടച്ചിട്ട് വേണം ഇനി ചെല്ലപ്പന് വീട്ടിലേക്ക് പോകാൻ. വിയർപ്പ് തുള്ളികൾ ചാരി തീർക്കുന്ന മുഖമുയർത്തി ആദി ചെല്ലപ്പനെ നോക്കി. ഞാൻ ഇന്നൊരു ദിവസം ഇവിടെ കിടക്കുന്നതിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒട്ടും മയമില്ലാത്തൊരു ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെയുള്ള ധാർഷ്ട്യം. ചെല്ലപ്പൻ തല ചൊറിഞ്ഞുകൊണ്ട് ആദിയുടെ മുന്നിൽ നിന്നു. അത് പറ്റില്ല കുഞ്ഞേ. എനിക്ക് ഷാപ്പ് പൂട്ടി താക്കോൽ ഏൽപ്പിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. ഒരു ദിവസത്തെ തറവാടക തരാമെന്ന് തൻ്റെ മുതലാളിയോട് ചെന്ന് പറയടോ. ആദിത്യവർമ്മ പറഞ്ഞു എന്ന് പറയൂ. കുഞ്ഞെന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഇതെൻ്റെ വയറ്റിപ്പിഴപ്പാണ്. ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. തൻ്റെ നിസ്സഹായ അവസ്ഥ ചെല്ലപ്പൻ വ്യക്തമാക്കുമ്പോൾ ആദിത്യൻ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു. പിന്നിലേക്ക് മറിഞ്ഞു വീഴാൻ പോയവൻ ഡെസ്കിൽ പിടിച്ച് ആഞ്ഞു നിന്നു. ആ 28 വയസ്സുകാരൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ ചെല്ലപ്പന് സങ്കടം തോന്നി. എങ്ങനെ നടന്ന കുഞ്ഞാണ്. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ? എല്ലാത്തിനും കാരണക്കാരൻ മാളിയേക്കലെ വലിയ തമ്പുരാനായ മഹേന്ദ്രവർമ്മയാണ്, ആദിക്കുഞ്ഞിൻ്റെ അച്ഛൻ. കയ്യിലിരുന്ന നോട്ട് ആ മേശമേൽ വെച്ച് ആദ്യം ആടിയാടി ഷാപ്പിന് പുറത്തേക്കിറങ്ങി. ചെല്ലപ്പൻ ഓടിപ്പോയി ഷെൽഫിലിരുന്ന ചെറിയ കീപാഡ് ഫോൺ കയ്യിലെടുത്ത് ഏതോ ഒരു നമ്പറിലേക്ക് വിളിച്ചു. ചെവിയോട് ചേർത്ത് പിടിച്ചു. സേതുകുഞ്ഞേ. ആ ചെല്ലപ്പൻ ചേട്ടാ. അവൻ ഇറങ്ങിയോ? ഇപ്പോൾ പുറത്തോട്ടിറങ്ങിയതേയുള്ളൂ. ഇന്ന് ഒരുപാട് കൂടുതലാണ്. കുഞ്ഞ് വേഗം വന്ന് വിളിച്ചു പോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണു പോകും. ഞാനിവിടെ ആൽത്തറയിലുണ്ട് ചേട്ടാ. ഇപ്പോൾ അവിടെ എത്തും. ആൽത്തറയിൽ വട്ടം കെട്ടിയ സിമൻ്റ് ഇരിപ്പിടത്തിൽ നിന്നും സേതു ചാടി നിലത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ട് കാറിൽ കയറി. ഇന്നത്തെ ദിവസം അവന് ഭൂതം കാണില്ലെന്ന് നേരത്തെ അറിയാം. ആര് പറഞ്ഞാലും അവനെ തടയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് നിന്നത്. കഴിഞ്ഞ 3 വർഷമായി കാണുന്ന കാഴ്ചയല്ലേ. പക്ഷെ അവന് മാത്രം ഒന്നും മറക്കാൻ കഴിയുന്നില്ല. പാടം പിന്നിട്ട് ചെമ്മൻ പാത വിരിച്ച വഴിയിലേക്ക് കയറുമ്പോൾ കണ്ടു ആടി ആടി വരുന്നവനെ.
അടുത്ത കാറ് കൊണ്ട് നിർത്തി അവനെ പിടിച്ച് കാറിനുള്ളിലേക്ക് തള്ളുകയായിരുന്നു സേതു. സേതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാഴ്ചയെ മറച്ചിരുന്നു. ആരോടോ ഉള്ള ദേഷ്യത്തിനെന്ന പോലെ അത്രയും സ്പീഡിലായിരുന്നു സേതു കാർ ഓടിച്ചത്. മാളിയേക്കൽ എന്ന വലിയ തറവാട്ടിന് മുന്നിൽ കാറ് കൊണ്ട് നിർത്തി ഹോൺ അടിക്കുമ്പോൾ തന്നെ സെക്യൂരിറ്റി വന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്തു. കാർ ഇരപ്പിച്ച് പോർച്ചിലേക്ക് കൊണ്ട് നിർത്തി സേതു. വീടിൻ്റെ വലിയ വാതിൽ തുറക്കപ്പെട്ടു. മാലിനിയമ്മ കതകിൻ്റെ പാളിയിൽ മറഞ്ഞു നിന്നു. ഡോർ തുറന്ന ആദിത്യൻ തന്നെ തോളിൽ താങ്ങി പിടിച്ച് സേതു പുറത്തേക്കിറക്കി. തൻ്റെ മകൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ വയ്യാതെ ആ അമ്മ വാതിലിന് പിന്നിലേക്ക് മറഞ്ഞു നിന്ന ആ കാഴ്ച കണ്ടു. മുകളിലത്തെ നിലയിൽ വല്ല വിധേനയും അവനെ കൊണ്ട് കയറ്റി സേതു. ആ വലിയ മുറിയുടെ വാതിൽ തുറന്ന് അവനെ ബെഡിലേക്ക് തള്ളി. നിവർന്നു നിന്ന് തൻ്റെ ഊരയ്ക്ക് കയ്യും വെച്ച് നിൽക്കുമ്പോൾ അവൻ്റെ നോട്ടം ആ 4 ചുവരുകളിലേക്ക് നീങ്ങി. പട്ടുപ്പാവാടയിലും ചുരിദാറിലും ഡാൻസിൻ്റെ വേഷത്തിലും ധാവണിയിലും നിൽക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ ചുവരനെ ആകെ അലങ്കരിച്ചിരിക്കുന്നു. അവസാനത്തെ ഫോട്ടോയിൽ അവൻ്റെ കണ്ണുകൾ വന്നു നിന്നു. കത്തി നശിച്ചൊരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടം, അതിൻ്റെ ചുറ്റും ചോരയിൽ എഴുതിയ ഭദ്ര എന്ന പേരും. ഇനിയും അവിടെ നിൽക്കാൻ കഴിയാത്തവണ്ണം സേതു ആ മുറിയുടെ വാതിൽ ചാരി താഴേക്ക് പോയി. വാതിലിൻ്റെ മറവിൽ തന്നെ നിൽപ്പുണ്ട് മാലിനി. അവരെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവൻ ആ ഡോർ വലിച്ചടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവർ നിലവിളിയോടുകൂടി ആ വാതിലിൽ ചാരിയിരുന്നു. പടിപ്പുര കഴിഞ്ഞ് സേതുവിൻ്റെ കാർ അകത്തേക്ക് കയറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ നന്ദനെ എഴുന്നേറ്റ് ഭക്ഷണം പാത്രത്തിലേക്ക് പകർന്നു വെച്ചു. കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തും മുമ്പ് തന്നെ സേതുവിൻ്റെ മുന്നിൽ വാതിൽ തുറക്കപ്പെട്ടു. നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ നന്ദു? തൻ്റെ പെങ്ങളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് സേതു ചോദിച്ചു. ഏട്ടൻ വരാതെ ഞാൻ ഇന്ന് വരെ ഉറങ്ങിയിട്ടുണ്ടോ? അമ്മയും അച്ഛനും കിടന്നോടി. മെഡിസിൻ എടുക്കുന്നതല്ലേ ഏട്ടാ, അതുകൊണ്ട് അവരെ നേരത്തെ കിടന്നു. പതിവ് പോലെ ഇന്നും ആദ്യേട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണോ ഈ വരവ്? അതിന് മൂളിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല സേതു. ഇന്നത്തെ ദിവസം എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട് ഏട്ടാ, രാവിലെ അമ്പലത്തിൽ വെച്ച് മാലതി അമ്മയെ കണ്ടിരുന്നു. എനിക്ക് കേൾക്കണ്ട നന്ദു, അവരെക്കുറിച്ച്. ആ സ്ത്രീയും കൂടി ചേർന്നിട്ടാണ് എൻ്റെ ആദിയെ ഇങ്ങനെയാക്കിയത്. ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായി കാണുമല്ലോ. ഒന്നും തീർന്നില്ല. അവൻ്റെ മരണം കൊണ്ട് മാത്രമേ ഇതെല്ലാം അവസാനിക്കൂ. അത്രമാത്രം അവൻ ചങ്കുപൊട്ടി നിലവിളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് സേതു മേശമേൽ മുഖം അമർത്തി കിടന്നു. ഈ സമയം ഒരുവൻ്റെ സിരകളിൽ മുഴുവൻ ലഹരി എന്ന ഭ്രാന്തിൽ മുങ്ങി താഴുമ്പോൾ അവൻ്റെ മുന്നിൽ അവൻ്റെ ഭദ്ര മാത്രം ഈ സമയം ഒരുവൻ്റെ സിരകളിൽ മുഴുവൻ ലഹരി എന്ന ഭ്രാന്തിൽ മുങ്ങിത്താഴുമ്പോൾ അവൻ്റെ മുന്നിൽ അവൻ്റെ ഭദ്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളും ഒത്തുണ്ടായിരുന്ന സുന്ദര നിമിഷങ്ങളിൽ ഊളിയിടുകയായിരുന്നു ആദിയപ്പോൾ. ഇടയ്ക്കൊക്കെ അവളുടെ പൊട്ടിച്ചിരികളും കൊഞ്ചലും ആ മുറിക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു. ആദിയേട്ടാ എന്നുള്ള അവളുടെ വിളിയിൽ എല്ലാം മറന്ന് കണ്ണു ചുരുക്കി അവളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ആദിത്യൻ. ഇപ്പോൾ തനിക്ക് ചുറ്റും വല്ലാത്ത ചൂട് പടരുന്നത് പോലെ ആദിത്യന് തോന്നി. ശരീരം ചുട്ടുപൊള്ളുന്നു. ചുറ്റും ഉയർന്നു പൊങ്ങുന്ന പുകയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ അവൻ കഴുത്തിൽ അമർത്തി പിടിച്ചു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തുറച്ചു. ആദിയുടെ കൈകൾ രണ്ടും സ്വന്തമായി കഴുത്തിൽ ഞെരിഞ്ഞു തുടങ്ങി. തൻ്റെ അവസാനം എത്തി തുടങ്ങി എന്ന ബോധത്തോടെ ആദിയുടെ തലച്ചോറിലേക്ക് എത്തിയ ആ നിമിഷം അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു. ശക്തിയായി ചുമച്ചുകൊണ്ട് അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ചാടി എഴുന്നേറ്റ് ബെഡിലിരുന്നു. ജനൽപ്പാളികൾക്കിടയിലൂടെ അരിച്ചു വരുന്ന സൂര്യപ്രകാശം ആ മുറിയാകെ നിറഞ്ഞു. ചുമരിലെ ചിത്രങ്ങൾക്ക് അവ പ്രത്യേക ഭംഗി നൽകി. അതും സ്വപ്നമായിരുന്നു. ഈ ജീവിതത്തിൽ നിന്നും തനിക്ക് മോക്ഷം നൽകാൻ ഇനിയും അവൾക്ക് കഴിയുന്നില്ലേ? ഓരോ ദിവസവും മരണമെന്നെ കൊതിപ്പിക്കുന്ന സ്വപ്നം കാട്ടി എന്നെ മയക്കുകയാണോ പെണ്ണെ ഇനിയും എന്നെ നീ? അവളുടെ ചിത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ചുമരനടുത്തേക്ക് ചെന്ന് ആദിയും ഭദ്രയും കൂടി നിൽക്കുന്ന ഫോട്ടോയിൽ മുഖം ചേർത്ത് വെച്ചു. പതിവ് പോലെ അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ ആ ചിത്രത്തിൽ ആകെ പരന്നൊഴുകി. അവൻ്റെ നെഞ്ചു പൊട്ടുന്ന വിലാപത്തോടെ. ഒരിക്കലും തന്നെ വിട്ട് പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്ന് തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് പറഞ്ഞവൾ. അവൾ മരിച്ചാൽ കൂടെ എന്നെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞവൾ. പക്ഷേ ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങളിൽ അവളുടെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. പക്ഷേ അതൊക്കെ സ്വപ്നമായി മാത്രം അവശേഷിക്കുകയാണിപ്പോൾ. അവളുടെ ഓർമ്മകൾ മാത്രമാണിപ്പോൾ ജീവിക്കാനുള്ള പ്രചോദനം. ജീവൻ സ്ഫുരിച്ചു നിൽക്കുന്ന ആ ഫോട്ടോകളിൽ തഴുകിയ അവൻ ഒരു സിഗരറ്റിനെ തീപിടിച്ച് ചുണ്ടിൽ വച്ചു. പുക ആഞ്ഞു വലിച്ചു ഊതി വിട്ടു. പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഭദ്രയുടെ ഓർമ്മകൾ അവനെ കീറി മുറിച്ചു. ചുണ്ടിൽ നിന്നും ആരോ തട്ടി താഴെയിട്ടതുപോലെ ആ സിഗരറ്റ് ജനലിനിടയിലൂടെ പുറത്തേക്ക് വീണു.
ഇതിങ്ങനെ വലിച്ചു കൂട്ടുന്നത് എന്തിനാദ്യേട്ടാ? തൻ്റെ നെഞ്ചിൽ ചേർന്നുള്ള പെണ്ണിൻ്റെ ചിണുങ്ങൽ അവൻ ഞെട്ടലോടെ നോക്കി. ഒരിക്കൽ കൂടി ആ ഫോട്ടോയിലേക്ക് കണ്ണും നട്ടു. കണ്ണുകൾ നീറി പുകഞ്ഞു. ഉള്ളിലെരിയുന്ന കനലിനെ അണയ്ക്കാൻ എന്നവണ്ണം അവൻ വേഗം ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് അതിന് താഴെ നിന്നു. കണ്ണുകൾ നീറി ഒഴുകി തുടങ്ങി. ഷവറിൽ നിന്നുള്ള വെള്ളത്തിനൊപ്പം അവൻ്റെ കണ്ണുനീർ തുള്ളികളും അലച്ചു തല്ലി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. സങ്കടങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങി. കുളിച്ചുമാറി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരം തൻ്റെ പ്രിയപ്പെട്ടവളെ ഒരിക്കൽ കൂടി നോക്കാൻ അവൻ മറന്നില്ല. കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ കഴിക്കാനുള്ളത് ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരെ വലതുവശത്തുള്ള റൂമിലേക്ക് കയറി അവിടെ മൃതപ്രായനായി കിടക്കുന്ന മഹേന്ദ്രവർമ്മയെ നോക്കി. കഴുത്തിന് താഴേക്ക് ചലിക്കില്ല അയാൾക്ക്. മകനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു. കണ്ണുനീർ ചെന്നിയിലൂടെ ഒഴുകുന്നത് പരിഹാസത്തിൽ നോക്കി നിന്നു ആദി. വലതുകാൽ ഉയർത്തി കട്ടിലിൻ്റെ മേലെ വെച്ചു. മുഖം അയാളുടെ നേർക്ക് അല്പം താഴ്ത്തി. നരകിക്കണം നിങ്ങൾ, ഇതിനപ്പുറം. ഈ കിടന്ന കിടപ്പിൽ മരിച്ചുപോയെങ്കിലെന്ന് ഓരോ നിമിഷവും നിങ്ങൾ ആഗ്രഹിക്കണം. പക്ഷേ മരണം നിങ്ങൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയായി പോകും. നിങ്ങൾ ഇഞ്ചിഞ്ചായി നരകിച്ച് മരിക്കുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ആദിത്യവർമ്മ ജീവിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പെണ്ണിനെയും അവളുടെ പാവപ്പെട്ട അമ്മയെയും ഇല്ലാതെയാക്കിയ നിങ്ങളുടെ ആ വൃത്തികെട്ട മനസ്സ്, ക്രൂരത, അതിന് മാപ്പില്ല. ശ്വാസത്തിന് വേണ്ടി അയാൾ പിടഞ്ഞു. അയാളെ തുറച്ച് കണ്ണുകൾ കണ്ടപ്പോൾ അതൊരു ലഹരിയായി ആദിക്ക് തോന്നി. ഓരോ നിമിഷവും പിടഞ്ഞ് പിടഞ്ഞ് നിങ്ങൾ തീരണം, അതാണ് എൻ്റെ ആഗ്രഹം. ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുമരിൽ ചാരി നിന്ന് കരയുന്നുണ്ടായിരുന്നു മാലതി. അവൻ അവരെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു മാലിനി. അവൻ ആ കൈ കുടഞ്ഞു മാറ്റി. തൊട്ടുപോകരുതെന്നെ, നിങ്ങളെൻ്റെ അമ്മയല്ലേ. പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് അവളെ. എന്നിട്ടും അയാളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ നിങ്ങൾ അവളെ. ഒരു ദിവസം കൂടി അവളെ കാത്തു സൂക്ഷിക്കാൻ പാടില്ലായിരുന്നോ എനിക്ക് വേണ്ടി? ചോദിക്കുമ്പോൾ ആദിയുടെ ഒച്ച ഇടറുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രാണനായിരുന്നില്ലേ അവൾ? വലിഞ്ഞു മുറുകിയ മുഖത്തോടു കൂടി അമ്മയുടെ നേർക്ക് തിരിഞ്ഞു നിന്നു ആദി. ഇനി ഈ മീനാക്ഷിപുരത്ത് മറ്റൊരു നാട്യഭാരതി ഉണ്ടാവില്ല. മീനാക്ഷിപുരത്തെ ഒരു പെൺകുട്ടി പോലും കാലിൽ ചിലങ്ക കെട്ടില്ല. ഇതെൻ്റെ വാശി തന്നെയാണ്. കുഞ്ഞേ, കാര്യസ്ഥൻ ഗംഗാധരൻ അവൻ്റെ അടുത്തേക്ക് വന്നു. അമ്പല കമ്മിറ്റിയിൽ നിന്നും ആരൊക്കെയോ കാണാൻ വന്നിരിക്കുന്നു. അമ്മയെ ഒന്ന് നോക്കിയിട്ട് ആദി ഹോളിലേക്ക് ചെന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരി ആദിയെ കണ്ടപ്പോൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് അയാളോടൊപ്പം തന്നെ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സുരേന്ദ്രനും സെക്രട്ടറി ഹരിയും ട്രഷറർ കണ്ണനും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും വരവിൻ്റെ ഉദ്ദേശം ഏകദേശം ആദിത്യന് മനസ്സിലായി. എങ്കിലും അവരുടെ വായിൽ നിന്നും തന്നെ അത് കേൾക്കുന്നതിന് വേണ്ടി അവനൊന്നും ചോദിച്ചില്ല. വന്നവരോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അവനും അടുത്ത കസേരയിലിരുന്നു. ആദിക്കുഞ്ഞെ, ഞങ്ങൾ വന്നത് നമ്മുടെ അമ്പലത്തിലെ ഇക്കൊല്ലത്തെ ഉത്സവത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ 3 വർഷമായി മീനാക്ഷിപുരത്തെ ആളുകളെ ബാധിച്ചിരിക്കുന്ന ഒഴിയാബാധ പോലെയുള്ള കഷ്ടതകൾ മാറണമെങ്കിൽ മീനാക്ഷി അമ്മയുടെ മുഖം പ്രസാദിക്കണം. അമ്മയുടെ പൊന്നിൻ ചിലങ്ക അണിഞ്ഞ് കന്യകയായ പെൺകുട്ടി ഉത്സവ ദിവസം കുടിയേറ്റ് കഴിഞ്ഞ് തിരുനടയിൽ നൃത്തം ചെയ്യണം. എങ്കിലേ അമ്മയുടെ മുഖപ്രസാദം തെളിയൂ. കഴിഞ്ഞ 3 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ആചാരം നടത്തണമെന്നാണ് ഇക്കുറി ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞത്. അതുകൊണ്ട് ഇവിടുന്ന് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന്. നമ്മുടെ നൃത്യവിദ്യാലയം പൂർവ്വസ്ഥിതിയിലാക്കാനും ആദിത്യ കുഞ്ഞ് തന്നെ മുൻകൈയെടുക്കണം. അതുവരെ അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആദി ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് കസേര ചവിട്ടി മാറ്റി. ഈ മീനാക്ഷിപുരത്ത് ഇനിയൊരു ചിലങ്കയുടെ ശബ്ദം ആരും കേൾക്കില്ല. അതിനുള്ള അർഹത ഇവിടെയുള്ളവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പറയുമ്പോൾ അവൻ ദേഷ്യത്തിൽ വിറയ്ക്കുകയായിരുന്നു. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരി ആദിയുടെ അടുത്തേക്ക് വന്നു. സേതുവിൻ്റെ സുഹൃത്തു കൂടിയാണ് ഗിരി, രാഷ്ട്രീയ പ്രവർത്തകൻ. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയായി. അതുകൊണ്ട് തന്നെ ആദിയെക്കുറിച്ച് വ്യക്തമായി തന്നെ ഗിരിക്കറിയാം. ഗിരി അടുത്തേക്ക് വന്നപ്പോൾ ആദി മുഖം തിരിച്ച് കൈ പിന്നിൽ കെട്ടി നിന്നു. ബാക്കിയുള്ളവരോട് നടന്നോളാൻ ഗിരി കണ്ണു കാണിച്ചു. അതിനനുസരിച്ച് എല്ലാവരും അവിടെ നിന്നിറങ്ങി. ആദി, തൻ്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ നാട്ടുകാരായ ഞങ്ങൾ നിസ്സഹായരായാണ്. തന്നോട് അക്രമം ചെയ്തതൊക്കെയും തൻ്റെ വേട്ടപ്പെട്ടവർ തന്നെയാണ്. അതിൽ നാട്ടുകാർക്ക് പങ്കില്ല. അമ്പലവും ഉത്സവവും നാടിൻ്റെ പൊതുകാര്യമാണ്. കഴിഞ്ഞ 3 വർഷമായി മീനാക്ഷിപുരത്ത് ഒരു ഡാൻസ് സ്കൂൾ പോലും പ്രവർത്തിക്കാൻ താൻ അനുവദിക്കാറില്ല. തൻ്റെ വേദന അതേ അളവിൽ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നാട്ടുകാരൊക്കെ ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഉത്സവത്തിന് എന്തായാലും അമ്മയുടെ പൊന്നിൻ ചിലങ്ക അണിയാൻ ആൾ വേണം. അതുകൊണ്ട് ദയവ് ചെയ്ത് തൻ്റെ കടുംപിടുത്തം മാറ്റിവെച്ച് ചിന്തിച്ചു നോക്ക്.
ഇത്തവണ കൂടി ഉത്സവ പരിപാടിയിൽ മാറ്റം വന്നില്ലെങ്കിൽ കമ്മിറ്റിക്കാർ നേരെ സ്റ്റേഷനുമായി ബന്ധപ്പെടും. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കാൻ നോക്കും. പഴയതൊക്കെ വീണ്ടും. താൻ എന്തായാലും ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് അറിയിച്ചാൽ മതി. ഉത്സവത്തിന് ഇനി എന്തായാലും 10 മാസത്തോളമുണ്ട്. അതിനിടയിൽ പുനരുദ്ധാരണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുന്നു. ഗിരി യാത്ര പറഞ്ഞിറങ്ങി. കാര്യസ്ഥൻ ഗംഗാധരൻ അകത്തുനിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ഹാളിലേക്ക് ഇറങ്ങി വന്നു. ആദിയുടെ വലിഞ്ഞു മുറുങ്ങിയ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി. എങ്കിലും എവിടുന്നോ കിട്ടിയ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആദിയുടെ മുന്നിൽ വന്ന് നിന്നു. പറയുവാനുള്ള അധികാരമൊന്നും ഒരു കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്കില്ല കുഞ്ഞേ. എങ്കിലും കുഞ്ഞിങ്ങനെ നശിക്കുന്നത് കാണുന്നതിലുള്ള സങ്കടം കൊണ്ട് പറയുകയാണ് ഞാൻ. കഴിഞ്ഞതൊക്കെ മറന്നുകൊണ്ട് ഇനിയെങ്കിലും മോന് ഞങ്ങളുടെ പഴയ ആദിമോനായിക്കൂടെ? എന്തിനാ വെറുതെ ദൈവകോപം വരുത്തി വയ്ക്കുന്നത്? ഇനി അതും കൂടി മാത്രമേ കിട്ടാൻ ബാക്കിയുള്ളൂ. ആ ഉത്സവം അതെങ്ങനെയെങ്കിലും നടത്താൻ മോൻ സഹായിക്ക്. ഉത്സവം നടത്താതിരുന്നാലോ, ഡാൻസ് സ്കൂൾ ഉയരാൻ സമ്മതിക്കാതിരുന്നാലോ മരിച്ചു പോയവർ തിരിച്ചു വരുമോ? അതിനൊരു കൂർത്ത നോട്ടം നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല ആദി. ബുള്ളറ്റിൻ്റെ താക്കോൽ എടുത്തുകൊണ്ട് അലസമായി മുടി ഇടത് കൈകൊണ്ട് വാരി ഒതുക്കി അവൻ ബുള്ളറ്റ് മാളിയേക്കൽ തറവാട് പിന്നിട്ട് പുറത്തേക്കിറങ്ങി. ആ ബുള്ളറ്റ് നേരെ ചെന്ന് നിന്നത് ഇലഞ്ഞിക്കൽ തറവാട്ടിൻ്റെ മുന്നിലായിരുന്നു. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സേതു പുറത്തേക്ക് ഇറങ്ങി വന്നു. അല്പം മുമ്പ് ഗിരി വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ ഈ ഒരു വരവ് പ്രതീക്ഷിച്ചതെന്നാണ്. ബുള്ളറ്റ് സ്റ്റാൻഡിട്ട് വെച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നവൻ്റെ വലിഞ്ഞു മുറുകിയ ഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ ദേഷ്യം മുഴുവൻ തീർക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതാണെന്ന്. അകത്തേക്ക് കയറി വന്നവൻ്റെ മുന്നിലേക്ക് ചായയും ചൂട് ഇലയടയുമായി നന്ദു വന്നു. ദേഷ്യപ്പെട്ട് മുഖം കുനിച്ചിരിക്കുന്നവൻ്റെ മുഖത്ത് പോലും നോക്കാതെ അത് വെച്ച് അവൾ അകത്തേക്ക് പോയി. സേതു അടുത്ത് വന്നിരുന്ന് ചായ അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. കലങ്ങിയ മിഴികൾ ഉയർത്തി നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തിരുന്ന് തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നീട്ടുമ്പോഴേക്കും ആ ചായ വാങ്ങി ചുണ്ടോട് മുട്ടിച്ചിരുന്നു ആദി. ഇലയുടെ വാഴയിലയിൽ നിന്നും അടർത്തിയെടുത്ത് അവൻ്റെ മുന്നിലേക്ക് നീട്ടുമ്പോൾ അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് ചവച്ചു കഴിഞ്ഞു. അടയും ചായയും കുടിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയവൻ്റെ പിന്നാലെ സേതുവും കൂടി കയറിയപ്പോൾ ആ ബുള്ളറ്റ് പാടവും പിന്നിട്ട് അക്കരയിലേക്ക് പോയി. അമ്പലത്തിന് മുന്നിലുള്ള അരയാലിൻ്റെ ചുവട്ടിലേക്ക് കയറിയിരിക്കുമ്പോൾ സംഘർഷം നിറഞ്ഞ മനസ്സിന് അയവ് വന്നതുപോലെ തോന്നി ആദിക്ക്. ഇനി പറയൂ ആദി, നിനക്ക് പറയാനുള്ളതൊക്കെ. എനിക്കറിയാം സേതു, ഗിരി നിന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും നിന്നോട് എന്തെങ്കിലും പറയണമോ? എന്നെ മനസ്സിലാക്കാൻ മറ്റുള്ളവരെ പോലെ നിനക്കും കഴിയുന്നില്ലേ? അതാണ് എൻ്റെ സങ്കടം. പറയുമ്പോൾ ഇടറുന്ന ഒച്ചയെ അടക്കി നിർത്താൻ ആദ്യം ശ്രമിക്കുന്നുണ്ടായിരുന്നു. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് നിന്നെ മനസ്സിലാവില്ലേടാ. എന്നെയും നീ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിലാണോ കൂട്ടിയിരിക്കുന്നത്? നിൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്നും അത് അതേ തോതിൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലേ ആദി? പക്ഷേ എത്ര നാൾ നീ ഇങ്ങനെ സ്വയം വെന്ത് നീറി ജീവിക്കും? ഇതിനൊരവസാനം വേണ്ടേടാ. അമ്പലവും ഇവിടുത്തെ വീട്ടുകാരും ഒന്നും നിൻ്റെ സങ്കടത്തിൻ്റെ കാരണക്കാരായവരല്ല. അപ്പോൾ പിന്നെ ശിക്ഷ വിധിക്കുമ്പോൾ അവരെ കൂടി ചേർക്കുന്നത് ശരിയാണോ? കഴിഞ്ഞ 3 വർഷവും നിൻ്റെ മനസ്സിൻ്റെ സങ്കടം മനസ്സിലാക്കി നിൻ്റെ ഒപ്പം നിന്നവരാണ് അവർ. പക്ഷേ ഇന്നവർ നിൻ്റെ വീട്ടിന് മുന്നിൽ ഈ ഒരു ആവശ്യവുമായി വന്നിട്ടുണ്ടെങ്കിൽ ഉത്സവം നടക്കണമെന്ന് അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ? മീനാക്ഷിപുരത്തെ ഉത്സവം നടക്കണമെങ്കിൽ നീ മാത്രം ആഗ്രഹിച്ചാൽ മാത്രമേ പറ്റൂ. നീ പെട്ടെന്നൊരു തീരുമാനം പറയണ്ട. നന്നായി ആലോചിച്ചിട്ടൊരു തീരുമാനമെടുക്ക്. അല്പനേരം ഇരുവർക്കും ഇടയിൽ അസൗകര്യമായ മൗനം തളം കെട്ടി. മറക്കാൻ എനിക്ക് കഴിയുന്നില്ല സേതു. കഴിഞ്ഞ 3 വർഷമായി ഞാൻ അതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയവനാണ്. ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ അവൾ മാത്രമാണ്. അവളുടെ മുഖം വിടർന്ന ചെന്താമര പോലെ ആയിരുന്നില്ലേ? കണ്ണുകളിൽ 1000 സമുദ്രങ്ങളെ ഒളിപ്പിച്ചവൾ. അവളുടെ ചലനങ്ങൾ പോലും നൃത്തമായിരുന്നു. ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി അവളെ കാത്തുവെക്കാൻ കഴിഞ്ഞില്ലല്ലോ അമ്മയ്ക്ക്. എൻ്റെ ഭദ്ര, അവൾക്ക് എന്തുമാത്രം വേദനിച്ചു കാണും. അതൊന്നും എനിക്ക് മറയ്ക്കാൻ കഴിയുന്നില്ലടാ. ഓർക്കുംതോറും ഈ നാട് ചുട്ടരിക്കാനുള്ള പകയാണ് എന്നെ ആളിക്കത്തുന്നത്. ചെങ്കടൽ പോലെ ചുവന്ന അവൻ്റെ കണ്ണുകളെ കണ്ടപ്പോൾ ഒരു വേള സേതുവിന് പോലും ഭയം തോന്നി. അവനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം സേതു തോളിൽ ബലമായി അമർത്തുമ്പോൾ കണ്ണുകൾ ഇറുക്കിയടച്ച് കണ്ണുനീരിനെ ഒഴുകാൻ വിട്ടു. ആൽത്തറയിൽ മലർന്നു കിടന്നു ആദി. എത്ര നേരം അങ്ങനെ കിടന്നു എന്ന് അവന് തന്നെ അറിയില്ല. അമ്പലത്തിൽ നിന്ന് ദീപാരാധനയും മണിമുഴക്കവും ഒക്കെ കേൾക്കുമ്പോൾ ഒരുവൻ്റെ നെഞ്ചിൽ മാത്രം നിലയ്ക്കാത്ത വേദനയായിരുന്നു.
വൈകുന്നേരം മാളിയേക്കൽ തറവാട്ടിന് മുന്നിൽ ആദിയെ കൊണ്ടുവന്നിറക്കുമ്പോൾ സേതുവിന് പറയാനുള്ളത് ഒന്ന് മാത്രമായിരുന്നു. ചിന്തിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തിയാൽ ചിലപ്പോൾ ഇതെല്ലാത്തിനും ഒരു മാറ്റമായിരിക്കും. പതിവിന് വിപരീതമായി അന്ന് കുടിക്കാതെ കയറി വരുന്ന മകനെ കണ്ടപ്പോൾ മാലിനിയമ്മയ്ക്ക് സന്തോഷം തോന്നി. എന്നാൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൻ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ആ കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടു. അവിടെ വീണ്ടും കണ്ണുനീർ ഉറവ സ്ഥാനം പിടിച്ചു. അമ്മയുടെ സങ്കടം അവൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നുണ്ടെങ്കിലും തൻ്റെ സങ്കടത്തിന് മേലെ അല്ല അതൊന്നും എന്ന് ഒരു നിമിഷം കൊണ്ട് അവൻ തിരിച്ചു ചിന്തിച്ചു. റൂം തുറന്നകത്തേക്ക് കയറുമ്പോൾ തന്നെ വശ്യമനോഹരമായ പാലപ്പൂവിൻ്റെ മണം എവിടെ നിന്നോ തഴുകിപ്പരന്ന് മൂക്കിലെത്തി. പുറത്തേക്കുള്ള ജനൽപ്പാളികൾ തുറന്നു നോക്കി നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ നാട്യഭാരതിയുടെ കെട്ടിടാവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന കട്ടൻ തറയുടെ കുറച്ചധികം മാറി നിൽക്കുന്ന ഇലഞ്ഞിമര ചുവട്ടിലേക്ക് അവൻ്റെ നോട്ടം ചെന്ന് നിന്നു. ഓർമ്മകൾ ഒരു കുത്തൊഴുക്കിൽ എന്ന പോലെ ആദിയെ വലിച്ചുകൊണ്ടു പോകുമ്പോൾ അവയ്ക്ക് പിന്നാലെ പായുവാനായിരുന്നു അവൻ്റെ ഉള്ളവും കൊതിച്ചു നിന്നത്. എനിക്ക് ഉത്സവവും ഭഗവതിപതിയെയും ഒന്നും അങ്ങ് പിടിക്കുന്നില്ല സേതു. വൈകുന്നേരം സേതുവിൻ്റെ കൂടെ അമ്പലപ്പറമ്പിൽ വന്നതാണ് ആദി. ഒരു ഷോർട്ട്സും ബ്ലൂ ടീഷർട്ടും ഷൂസുമാണ് വേഷം. ടീഷർട്ടിൽ സൺഗ്ലാസ് കൊരുത്തിട്ടിട്ടുണ്ട്. അലസമായ കാറ്റിൽ പറക്കുന്ന മുടിയിഴകളെ ഇടം കൈകൊണ്ട് ഒതുക്കി വയ്ക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവരെയും കടന്നുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്ന ഭദ്രയിൽ ആദിയുടെ നോട്ടം തറഞ്ഞത്. അവൻ ഒരിക്കൽ കൂടി അവളെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. ഇതുവരെ കണ്ട പെൺകുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തയായ ഒരുവൾ. ഇല്ല, എനിക്ക് കഴിയില്ല എൻ്റെ ഭദ്ര. അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ഓർമ്മകൾക്ക് വിരാമമിട്ടു. ഓർമ്മയുടെ കുത്തൊഴുക്കിൽ അവൻ പിന്നെയും പിന്നെയും മൂളിയിട്ട് തുടങ്ങുമ്പോൾ തൊട്ടടുത്തായി ഭദ്രയുടെ സാമീപ്യം അവൻ അറിഞ്ഞു. നിന്റെ ചിലങ്കകളുടെ നാദം അവസാനിച്ച ഈ മണ്ണിൽ ഇനി ഒരിക്കലും മറ്റൊരു ചിലങ്കയുടെ മണികിലുക്കം കേൾക്കുവാനായി ഈ ആദി ജീവിച്ചിരിക്കില്ല. ഞാനും നിന്റെ അടുത്തേക്ക് വരികയാണ് ഭദ്രേ. നീ ഇല്ലാത്ത ഈ ഭൂമിയിൽ ഞാനും വേണ്ട, ഒന്നും വേണ്ട. അവസാനിച്ചു. ആദിയെയും ഭദ്രയെയും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകണമേ. 6000-7000 പേരാണ് ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി വായിച്ചത്. എല്ലാവരും ഓരോ ലൈക്ക് തന്നാലും വലിയ സന്തോഷമായിരിക്കും. സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്രപ്രിയയും കൂടി എല്ലാവരും വായിച്ച് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.